മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും നമസ്കാരം. മക്കളെ, നമുക്ക് മോഡൽ എക്സാമിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഹിന്ദി പരീക്ഷയിലെ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പത്ര എന്നുള്ളത്. ഉറപ്പായിട്ടും ഒരു പത്ര എഴുതാൻ വേണ്ടി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിന് നമുക്ക് 4 മാർക്കാണ് വരുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ആശങ്കയാണ്, സർ ഞാൻ പഠിച്ച ലെറ്റർ തന്നെയാണോ വരുന്നത്? എത്ര ലെറ്റർ? 8, 9, 10ഓളം ലെറ്ററുകൾ നമുക്ക് പരീക്ഷയിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഏത് വരും, ഏതാണ് വരാൻ കൂടുതൽ സാധ്യതയുള്ളതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, ലെറ്റർ എഴുതാൻ നിങ്ങൾക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നോക്കൂ മക്കളെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ പരീക്ഷാ പേപ്പർ എടുക്കുക. നമ്മുടെ പരീക്ഷാ പേപ്പറിൽ, ഇതാണ് നമ്മുടെ പരീക്ഷാ പേപ്പറെങ്കിൽ, ഓക്കെ, ഈ പരീക്ഷാ പേപ്പറിൽ നമ്മൾ ആദ്യം നമ്മുടെ പേപ്പറിൽ ഒരു ബോർഡർ ഇടുന്നു. ഓക്കെ, ബോർഡർ ഇടുന്നു. പേപ്പർ വൃത്തിയായിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു ബോർഡർ ഇടുന്നു. ഓക്കെ, ആ ബോർഡർ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് വേണം നമ്മൾ കത്തെഴുതാൻ. അങ്ങനെ കത്തെഴുതുമ്പോൾ കത്ത് പുതിയൊരു പേജിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് ഏതെങ്കിലും പേജിൻ്റെ ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ അവിടെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ ചെയ്തതിന് ശേഷം പുതിയൊരു പേജിലേക്ക് നിങ്ങൾ ലെറ്റർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം. കത്തിൻ്റെ തുടക്കത്തിൽ നോക്കൂ, നിങ്ങൾ വലതുവശത്ത് സ്ഥാനെന്നും താരിഖെന്നും നിങ്ങൾ എഴുതണം. എന്നാൽ സ്ഥലം എഴുതണ്ട, ഡേറ്റും എഴുതണമെന്നില്ല. ഇവിടെ സ്ഥലവും തീയതിയുമാണെന്ന് മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് പ്രിയ മിത്ര അല്ലേ, നമ്മളെ പ്രിയ ഏതെങ്കിലും സുഹൃത്തിന് കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. പിന്നെ നമ്മൾ ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും, ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ട സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് എഴുതേണ്ട സ്ഥലമാണ്. ഇവിടെ നമ്മൾ കൺക്ലൂഷൻ എഴുതേണ്ട സ്ഥലമാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ. ഒരു പേജിൽ ഫുള്ളായിട്ടാണ് നമ്മൾ കത്ത് എഴുതേണ്ടത്. അവസാനം നമ്മൾ സസ്നേഹ വെക്കും, സ്നേഹപൂർവ്വം. എന്നിട്ട് ആരാണോ കത്ത് എന്ന് അയാളുടെ ഒപ്പിടണം. നിങ്ങൾ അവിടെ ഹസ്താക്ഷരം എന്ന് ബ്രാക്കറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നാം, പേരാണ് എഴുതേണ്ടത്. എന്നിട്ട് ഈ കത്തിനെ മടക്കി നമ്മൾ മറ്റൊരു കവറിലിടണം. ആ കവറാണ് നമ്മൾ ഇതിങ്ങനെയൊക്കെയാണ്. അതായത് ഈ കവറാണല്ലോ മറ്റുള്ള ആളടുത്തേക്ക് എത്തുന്നത്, കത്തയച്ചില്ലെന്നത്. അതിൽ നമ്മൾ സേവാമേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ 2 എന്ന് എഴുതുന്നതിന് സമാനമാണ്. നാം പദ, ഏത് സുഹൃത്തിനാണ് കത്ത് എഴുതുന്നത് എന്ന് നമ്മളോട് സുഹൃത്തിൻ്റെ പേര് പറയാത്തതുകൊണ്ട് നാം എന്ന് എഴുതി 2 ഡോട്ട് ഇടുക, പത്ത എന്ന് എഴുതി 2 ഡോട്ട് ഇടുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ മതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് നിങ്ങൾക്ക് 2 മാർക്കിന് അർഹതയുണ്ട്. ബോഡി ഓഫ് ലെറ്റർ കൃത്യമായി തന്നെ 2 മാർക്കിന് അർഹതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ലെറ്റർ വന്നാലും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ബോഡി ഓഫ് ലെറ്റർ കൃത്യമായി കീപ്പ് ചെയ്യണം. പിന്നീട് നമ്മൾ ഏത് ലെറ്റർ വരികയാണെങ്കിലും നമ്മൾ ആദ്യം കോമൺ ആയിട്ട് നമ്മൾ നോക്കുക. അതായത് തും കൈസേ ഹോ, ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആവശ്യമാണ്. നേരിട്ട് ഒറ്റ പാരഗ്രാഫ് ആകാൻ പാടില്ല, 3 ഖണ്ഡിക ഉണ്ടായിരിക്കണം ലെറ്റർ. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? കുച്ച് ദിനസേ, കുറച്ച് ദിവസമായി ഞാൻ യഹ് പത്ര, ഈ കത്ത് ലിഖനേക്കെ ബാരേമേ, എഴുതുന്നതിനെക്കുറിച്ച് സോച്ച് രഹാഹും, ചിന്തിക്കുകയായിരുന്നു. ഇത്രയും എഴുതിയതിന് ശേഷം ഇൻട്രൊഡക്ഷനായി പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. ഓക്കെ, അവിടെ വിഷയം നമ്മൾ അവിടെ നിൽക്കട്ടെ. കത്തിൻ്റെ അവസാനം വിഷയം നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ പഠിച്ച ലെറ്ററല്ല വരുന്നത്. പക്ഷേ അവസാനം നമ്മൾ ലെറ്ററിൻ്റെ അവസാനം നമ്മൾ ഗർവാലോംസെ, വീട്ടുകാരോട് തലാഷ് കഹിന ചായേ, അന്വേഷണം പറയണം. ഛോട്ടാ ബായ്സേ മേരാ പ്യാർ, കൊച്ചനിയനോട് എൻ്റെ സ്നേഹം അറിയിക്കണം. ഇങ്ങനെ മാത്രം ഒരാൾ എഴുതി വെച്ചു. ഇത്ര മാത്രം ഒരാൾ എഴുതിച്ചു. കണ്ടന്റ് അയാൾക്ക് അറിയില്ല. പക്ഷേ ബോഡി ഓഫ് ലെറ്റർ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് 2ൻ്റെ പുറമേ 1 മാർക്ക് കൂടി ചേർന്ന് 3 മാർക്കിന് അർഹതയുണ്ട്. ഓക്കെ, 3 മാർക്കിന് അർഹതയുണ്ട്. പിന്നെ അവിടെ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് കുഴപ്പം. കണ്ടന്റ് നിങ്ങൾക്ക് തൊട്ടുമുള്ളൊരു പാരഗ്രാഫ് ഇല്ലേ, ആ പാരഗ്രാഫ് കൃത്യമായിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും കണ്ടന്റ് കിട്ടും. അത് പരമാവധി അറിയാവുന്ന രീതിയിൽ അവിടെ എഴുതി വെക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ഇട്ട് പോരരുത്, അവിടെ നിങ്ങൾ അത് എഴുതണം. അപ്പോൾ കത്ത് എഴുതുമ്പോൾ നമ്മളിങ്ങനെ 1, 2, 3, 1 ബോഡി ഓഫ് ലെറ്ററിനെ നമ്മൾ 1ാം ഘട്ടം എടുക്കുന്നു. 2ാം ഘട്ടം ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ നമ്മൾ റെഡിയാക്കാൻ ശ്രമിക്കുന്നു. 3ാം ഘട്ടം അതിൻ്റെ അകത്തേക്കുള്ള കണ്ടന്റ് നമ്മൾക്ക് എന്തായാലും മുകളിലെ പാരഗ്രാഫ് ഒന്നുകൂടി ആത്മാർത്ഥമായി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ലെറ്ററിലുള്ള 4 മാർക്ക് നമുക്ക് കിട്ടും. യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, റെഡിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ ലെറ്റർ എഴുതാൻ വേണ്ടി ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ആ 4 മാർക്ക് നമുക്ക് സ്വന്തമാക്കി വേണം. ഒരു ലെറ്റർ നമ്മൾ സാധ്യതയുള്ളൊരു ലെറ്റർ നമ്മൾ പരിശോധിച്ച് നോക്കുക. ഭോപ്പാൽ താൽമേ, ഭോപ്പാൽ തടാകത്തിലൂടെ അബ്ദുൽ ജബ്ബാർ ഓർ അവിനാഷ് കെ, അബ്ദുൽ ജബ്ബാറിൻ്റെ അവിനാഷിൻ്റെ സാത്ത് കി കൂടെയുള്ള സൈർ യാത്ര മോഹൻ രാകേഷ് കെ ലിയെ, മോഹൻ രാകേഷിനെ സംബന്ധിച്ചിടത്തോളം മജേദാർ ദി. അതായത് മോഹൻ രാകേഷാണ് ദക്ഷിണേന്ത്യയിൽ നമ്മളെ കേരളമൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിനാഷ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ്റെ കൂടെ ഭോപ്പാൽ തടാകത്തിലൂടെ അബ്ദുൽ ജബ്ബാർ എന്ന തോണിക്കാരൻ്റെ തോണിയിൽ കയറി യാത്ര ചെയ്യുകയാണ് രാത്രി 12 മണിക്ക്. ഈസ് അനുഭവം കാ ജിക്ർ,
ഈ അനുഭവങ്ങളെ ജിക്ർ കർത്തേ ഹുയി ഓർത്തുകൊണ്ട് അയവിറക്കിക്കൊണ്ട് അപ്പനെ മിത്ര കെ നാം അദ്ദേഹം തൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ പത്ര ലിഖ കത്ത് എഴുതി. പത്ര കൽപ്പന കർക്കെ ലിഖെ ആ കത്തൊന്ന് ഭാവന ഇതാണ് ചോദിച്ച്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കത്തിനെ ആൻസർ നോക്ക്. ഇതാണ് ആ കത്ത്, നിങ്ങൾ നോക്ക്. സ്ഥാൻ താരിഖ് ഉണ്ട്, പ്രിയ മിത്രൻ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടന്റ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, പിന്നെ നമ്മൾ ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ കത്ത് വേണ്ടത്. നമുക്ക് ആ കത്തൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. നോക്കൂ മക്കളെ, സ്ഥാൻ താരിഖ് നമ്മൾ എഴുതി, പിന്നെ പ്രിയ മിത്ര എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ ആദ്യം പറഞ്ഞത് നേരിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്താം. നിങ്ങൾ പഠിച്ചു വെച്ച ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം. തും കൈസേ ഹോ ടീക്ക് ഹേ നാ, കുച്ച് ദിനോസെ കുറച്ച് ദിവസമായി ആപ്കി യാദ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ മൻമേ ബാറായി മനസ്സിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ക്യോങ്കി ആപ്കോ ഗൂമന പസന്ത് ഹന, എന്തുകൊണ്ടെന്നാൽ താങ്കൾക്ക് യാത്ര ഇഷ്ടമാണല്ലോ എന്നുള്ളത്. ഇനി ഈ ഇൻട്രൊഡക്ഷന് പകരം നമ്മൾ ഫോർമാറ്റ് കാണിച്ച ഇൻട്രൊഡക്ഷൻ ആയാലും മതി. എന്നിട്ട് പിച്ചലെ ഹഫ്തേമേ, കഴിഞ്ഞ ആഴ്ച മേനെ ഞാൻ ഏക്ക് യാത്രയാക്കി, ഒരു യാത്ര പോവുകയുണ്ടായി. മുംബൈ ഹോത്താ ഹുവ ഗോവ, ബോംബെ വഴി ഞാൻ ഗോവയിലേക്കാണ് ഉദ്ദേശിച്ചത്. ഓർ വഹാംസെ അവിടെ നിന്ന് കന്യാകുമാരി ക്യോർദി, കന്യാകുമാരിയിലേക്കായിരുന്നു. ജബ് എപ്പോൾ ഭോപ്പാൽ സ്റ്റേഷൻ पर ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽഗാഡി പഹുഞ്ചേ, എൻ്റെ ട്രെയിൻ എത്തിയോ. തബ് മേരാ ഏക്ക് മിത്ര, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിനാഷ് വഹാം ഖടാദ, അവിനാഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ആഗ്രഹ पर, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് മുച്ചേ വഹാം ഉത്തർന പട, എനിക്ക് അവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. രാത്രിയിൽ ഹം ഗൂമിനേകെ, ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയി. ഭോപ്പാൽ തടാകത്തിൽ നാവ് പർ, തോണിയിൽ സൈർ കർത്തേ വക്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് ബൂഡെ മല്ലാഹ്, വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാർ കുച്ച് ഗസലേൻ സുനായി, ഞങ്ങളെ കുറച്ച് ഗസലുകൾ കേൾപ്പിച്ചു. ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും ഉൻകി മീട്ടി ആവാസ് മേ, അദ്ദേഹത്തിൻ്റെ മധുരമുള്ള ശബ്ദത്തിൽ ലീൻ ഹോക്കർ ബൈറ്റെ, അലിഞ്ഞിരുന്നു പോയി. ഭോപ്പാൽ താൽക്കി സൈർ, ഭോപ്പാൽ തടാകത്തിലുള്ള യാത്ര ഏക്ക് വിശേഷ അനുഭവത, ഒരു വിശേഷമായ അനുഭവമായിരുന്നു. മേനെ സോച്ച, ഞാൻ ചിന്തിച്ചു, കി എന്നാൽ ആപ്പ് ബി, താങ്കളും ഹമാരെ സാത്ത്, ഞങ്ങളുടെ കൂടെ ഹോത്തേത്തോ ഉണ്ടായിരുന്നുവെങ്കിൽ കിത്തന അച്ഛ ഹോത്ത, എത്ര മനോഹരമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആപ്കി നൈ ബാത്തേം ക്യാ ക്യാഖേ, താങ്കളുടെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ജറൂർ ലിഖ്ന, തീർച്ചയായും എനിക്ക് എഴുതണം. സസ്നേഹ്, സ്നേഹത്തോടു കൂടി. ഹസ്താക്ഷർ നാം, മോഹൻ രാകേഷ് നമുക്ക് വേണം ഇവിടെ എഴുതാം. സേവാമേം നാം പദ. ഇങ്ങനെയാണ് മക്കളെ ആ കത്ത് എഴുതേണ്ടത്. അപ്പം ഞാൻ ഒരു സാധ്യതാ കത്ത് കാണിച്ചു. പക്ഷേ കത്ത് എന്നുള്ളത്, പത്ര എന്നുള്ളത് 100% സാധ്യതയുള്ള ചോദ്യമാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ ഏത് ലെറ്ററാണ് വരിക എന്ന് നമുക്ക് പറയാൻ സാധ്യതയുള്ള ഒരു സാധ്യത ആണ് ഞാൻ പറഞ്ഞത്. ഏത് ലെറ്റർ വന്നാൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് കേൾപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് സുപരിതമുള്ളതും ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നതുമായ കത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് പരീക്ഷ എഴുതാതെ ലെറ്റർ എഴുതാതെ പോരരുത്. ഏത് ലെറ്റർ വന്നാലും നമുക്ക് അതിൻ്റെ ബോഡി ഓഫ് ലെറ്റർ കീപ്പ് ചെയ്താൽ 2 മാർക്ക് ഉണ്ടാവും. പിന്നെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ 1 മാർക്കിനോട് കൂടി നിങ്ങൾക്ക് അർഹതയുണ്ട്. കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു മാർക്കുണ്ട്. അപ്പോൾ കണ്ടന്റ് നമ്മൾ പാരഗ്രാഫ് ഒന്നുകൂടി മനസ്സിരുത്തി വായിച്ച് നോക്കുക, നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അതിലുണ്ടാവും കണ്ടന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ലെറ്ററിൽ 4 മാർക്ക് നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ, ബൈ.